അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് പരിശുദ്ധ മക്കയുടെ പരിസരത്താണ്. ഹറമിൻ്റെ ചുറ്റുവട്ടത്തിലാണുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് കാര്യമായ പ്രയാസമൊന്നുമില്ലാതെ ഒരു ഉംറ നമ്മൾ നിർവഹിച്ചു. ഹജ്ജ് ലക്ഷ്യം വെച്ച് പുറപ്പെട്ട ആളുകളാണ്. തമത്വമായിട്ടാണ് നമ്മൾ ഹജ്ജ് നിർവഹിക്കുന്നത് എന്നതുകൊണ്ട് നമ്മൾ ഉംറ നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ തഹല്ലുലായി ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഹജ്ജിലേക്ക് പ്രവേശിക്കാനുണ്ട്. അതിനിടക്ക് ചെയ്യേണ്ട കുറെ കർമ്മങ്ങളും അതിനിടക്ക് നമ്മൾ നേടിയെടുക്കേണ്ട ഒരുപാട് ദൗത്യങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിന്റെ ദഅവത്തിന് പ്രബോധനത്തിന് തുടക്കം കുറിച്ച മക്കയിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 10,000-കണക്കിന് കിലോമീറ്ററുകൾ കാൽനടയായി വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാപനത്തിന് വേണ്ടി പണിയെടുത്ത മക്കയിലാണ് നമ്മളുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു അനുഗ്രഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത്. വ്യത്യസ്തമായ 165ഓളം രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആശയവുമായി കടന്നു വരുന്ന ആളുകൾ മക്കയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കടന്നു വന്ന ഒരുപാട് ആദർശത്തിൽ വൈകല്യങ്ങളുള്ള ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയിൽ എന്തെല്ലാം അസൗകര്യങ്ങൾ നമ്മൾ അലട്ടുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് അസൗകര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മളെ സംതൃപ്തിപ്പെടുത്തുന്ന വലിയൊരു അനുഗ്രഹം നമ്മുടെ കൂടെയുണ്ട്. അത് കൂടെ ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടോയെന്ന് തുടക്കത്തിൽ തന്നെ വിശകലനം നടത്തി അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനാണ് എനിക്ക് നൽകപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അഭിപ്രായം നമുക്കൊക്കെ പറയാണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് വ്യത്യസ്ത അനുഭവങ്ങളാണ്. ജോലിക്കയറ്റം കിട്ടിയപ്പോഴും ശമ്പളം കൂടി കിട്ടിയപ്പോഴും വീടുണ്ടായപ്പോഴും മക്കൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടിയപ്പോഴും മക്കളുടെ ഉയർച്ചയിലൊക്കെ വല്ലാത്ത സംതൃപ്തിയും അതെനിക്ക് കിട്ടിയ വലിയ സൗഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞതൊക്കെയാണ് നമ്മൾ. പക്ഷെ അതിനപ്പുറം എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച അല്ലെങ്കിൽ എനിക്ക് ദുനിയാവിലും മാസത്തിലും ഉപകാരപ്രദമായ അനുഗ്രഹം ഏതാണെന്ന് വിലയിരുത്തുന്നതിനകത്ത് നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ അബദ്ധമായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം തൗഹീദാണ്. നമുക്ക് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം. ജീവിതത്തിൽ അത് കിട്ടാതെ പോയി ഭൂമിയിലുള്ള എല്ലാ സൗഭാഗ്യവും കിട്ടി ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും സ്വന്തം ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയുണ്ടായി. ഏത് ഭക്ഷണം എപ്പോഴാണെങ്കിലും വിളിപ്പാടകലെത്തുന്ന അവസ്ഥയുണ്ട്. ഏത് രീതിയിലാ സൗകര്യത്തോടു കൂടി ജീവിക്കാൻ സൗകര്യം കിട്ടിയാലോ അല്ലെങ്കിൽ ആയുസത്തിലുള്ളൂ 60ഓ 70ഓ ആ വർഷമേ ഉള്ളൂ. പക്ഷെ ആദർശപരമായിട്ട് തൗഹീദ് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് ഭൂമി ലോകത്ത് എന്ത് പരാജയമാണെങ്കിലും അവനൊരു പ്രതീക്ഷയുണ്ട്. ഏതാണ് ആ പ്രതീക്ഷ? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വസ്ഥമായ ഒരു ജീവിതം എനിക്കുണ്ട്, സമാധാനപരമായ എനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്വർഗം എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ ഈ ത്യാഗമൊക്കെ സഹിച്ചിട്ട് നമ്മൾ ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി ഇങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മൾ നേടിയെടുക്കേണ്ടത് ആ ആദർശ ശുദ്ധിയോടുകൂടി ചെയ്യുന്ന പണിയിൽ ആത്മാർത്ഥത കാണിച്ചുകൊണ്ടാണ്. അതെന്തെങ്കിലും അതിന് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ഒരു പരാജയമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളതിന് തെരഞ്ഞെടുക്കുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഇത് ആർക്ക് കിട്ടാതെ പോയതാണെന്ന് അറിയുന്നത് അപ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് വലിയൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഇത് കിട്ടാതെ പോയ ആളുകളുടെ മഹത്വം നിങ്ങളൊന്ന് പരിശോധിക്കണം. അവരുടെ വലുപ്പം, അവരാരായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ് 92 തവണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതിൽ 91 തവണയും പരിശുദ്ധ ഖുർആൻ അത് പറയുന്നത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സമുദായത്തിന് ഒരു കൃത്യമായ മാതൃക കാണിച്ചുകൊണ്ടും പിന്തുടരാൻ വേണ്ടിയുള്ള ത്യാഗപരമായ സമീപനത്തെ കുറിച്ചാണ്. പക്ഷെ ഒരു സ്ഥലത്ത് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് മാതൃകയില്ല. എന്താണ്? ഇബ്രാഹിം നബി പറയാണ് ആസറിനോട്, പിതാവിനോട്, പിതാവെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നും
ഞാൻ പറയുന്നതാണ് സത്യമെന്നും കൃത്യമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിറങ്ങിയപ്പോ അള്ള അത് തിരുത്തുക ചെയ്തത്. അതിന് മാത്രം ഈ സമുദായത്തിന് എന്തില്ല, ഇത്തിവായില്ല, അതായത് അവിടെ മാതൃകയില്ല. ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഖലീലാണ്. ഖലീൽ പറഞ്ഞ എന്താ, ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, അടുത്ത ആളാണ്. നമ്മൾ അടുത്ത ആൾ പറഞ്ഞാൽ ചില കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ ആ വിഷയത്തിനോട്